നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, സങ്കടം കൊണ്ട് അവർ ഭക്ഷണത്തിൽ സങ്കടം വരുന്നില്ല, പറയാൻ പറ്റുന്നില്ല. എല്ലാവരും അകത്തിരിക്കുന്ന സമയത്ത് ഒരു പൊട്ടലങ്ങോട്ട് പൊട്ടി. ഞങ്ങൾ അകത്തത് ജനലിൻ്റെ ബെഡ്റൂമിൽ ജെല്ലൊക്കെ പൊട്ടി, അകത്തേക്ക് വെള്ളം കയറി, അടുക്കളയ്ക്ക് വെള്ളം കയറി. അനുഭവം ഞങ്ങളതൊന്നും നല്ലൊന്ന് ഉറങ്ങി നല്ല ഉറക്കത്തിലാണ് ഒച്ച വെക്കുന്നത്. ഒച്ച വെക്കുമ്പോൾ ഒന്ന് രക്ഷപ്പെടുത്തോന്ന് പറഞ്ഞ് ഒച്ച വെക്കുന്നത്. ഞങ്ങളെ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിന് മുന്നിലുള്ള മതിൽക്കെട്ടുകളും അവരെ കടകളും ഒക്കെ പോയി നഷ്ടപ്പെട്ടു. ദൈവമേ, ഇനിയിപ്പോൾ വരും, ഇനിയിപ്പോൾ എന്താ അത് കാണുന്നത് പറഞ്ഞ് നോക്കുന്ന സമയത്ത് എന്താണ്, ഞങ്ങൾ അകത്തിരിക്കുന്ന സമയത്ത് ഒരു പൊട്ടലങ്ങോട്ട് പൊട്ടി. ഞങ്ങൾ അകത്തത് ജനലിൻ്റെ ബെഡ്റൂമിൽ ജെല്ലൊക്കെ പൊട്ടി, അകത്തേക്ക് വെള്ളം കയറി, അടുക്കളയ്ക്ക് വെള്ളം കയറിയെന്നില്ല. ഞാനിത് എന്താ പോയി നോക്കുമ്പോൾ അങ്ങനെ ഞാൻ വഴിക്കവിടെ വീഴും ചെയ്തു, ചളിയിൽ മുങ്ങി. അങ്ങനെ ഞങ്ങൾ മക്കളെ, നമ്മൾ അടുക്കളയ്ക്ക് വെള്ളം കയറി, ഇനി രക്ഷയില്ല, നമുക്ക് പറമ്പിലേക്ക് കയറാ പറഞ്ഞ് അങ്ങനെ കുന്നത്തേക്ക് ഓടി കയറി. ഞങ്ങൾ വീണ്, കാലിലെല്ലാം മുറിയായി വീണ്. ഞങ്ങൾ അടുത്തൊരു വീട്ടിലേക്ക് പോയി, മേലെ കുന്നത്ത്. അവർ സാരിയൊക്കെ തന്നു, അത് കൊടുത്ത് പിന്നെ അങ്ങനെ ക്യാമ്പിൽ പോയി. ക്യാമ്പിൽ പോയി ഭക്ഷണം കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായില്ല. പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, സങ്കടം കൊണ്ട് അവർ ഭക്ഷണം തരുന്നുണ്ട്, ചായ തരുന്നുണ്ട്, 4 മണിക്ക് ബിസ്ക്കറ്റ്, 10 മണി രാവിലെ ചായയും കഴിയുന്നുണ്ട്, 10 മണിക്ക് ബിസ്ക്കറ്റും ചായയും, ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ട്, 4 മണിക്കുണ്ട്, രാത്രിയിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വിഷമം കൊണ്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ വാടക വീട്ടിൽ വന്നു. അങ്ങനെ എല്ലാവരും സഹായം, എല്ലാവരും ഞങ്ങളെ ഇതുവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നു. നമ്മളെ മന്ത്രിയും എല്ലാവരും നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾക്കിപ്പോൾ ഒരു വീട് ഞങ്ങൾക്ക് പട്ടയം കിട്ടി. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ സന്തോഷമുണ്ട്. നമ്മളെ ഗവൺമെൻറ്റും നമ്മളെ സങ്കടം വരുന്നില്ല, പറയാൻ പറ്റുന്നില്ല. എല്ലാവരും ഞങ്ങളെ സഹായിച്ച് അതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്.